കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉദാസീനത കാട്ടുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ കേന്ദ്രഭരണം നടത്തുന്നതായ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ഒരു രഹസ്യ ധാരണയ്ക്ക് ശ്രമിക്കുമോ എന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പച്ചയായി പറഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി BJPയുടെ മുന്നിൽ പോയി അഭയം തേടി അവരുടെ അന്തർധാര ബലപ്പെടുത്തി ലാവ്ലിൻ കേസ് 37 പ്രാവശ്യം നീട്ടിവെച്ചതുപോലെയും സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചുമുള്ള അന്വേഷണങ്ങളുടെ പോലെയുമൊക്കെ ഇത് ഒരു വെറും നനഞ്ഞ പടക്കമായി തീരുമോ എന്ന ആശങ്കയും പൊതുസമൂഹവും അതിനേക്കാൾ ഉപരിയായി പ്രതിപക്ഷ കക്ഷികളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് വേറെയധികം ആകാംക്ഷയോടുകൂടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും ശ്രീമതി വീണ വിജയനും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളും പൊതുസമൂഹവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും വിചിത്രമായ ഒരു സംഗതി, ശ്രീമതി വീണ വിജയൻ എന്ന് പറയുന്നത് ഒരു സംരംഭകയാണ്, ഒരു കമ്പനിയുടെ ഉടമസ്ഥയാണ്. ആ കമ്പനിയും മറ്റൊരു കമ്പനിയുമായുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള ക്രമക്കേടുകൾ പൊതുമണ്ഡലത്തിൽ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായി രംഗത്തിറങ്ങിയത് എന്നുള്ളതാണ് ഇത് ഏറ്റവും കൗതുകകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വസ്തുത. ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് പാർട്ടിയിലെ ചില്ലറ ആളുകളൊന്നുമല്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ശ്രീ MV ജയരാജൻ, ഒരു മുൻ മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ, വ്യാവസായിക മന്ത്രിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീമാൻ P രാജീവ്, അതുപോലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ MB രാജേഷ് തുടങ്ങിയതായ മുൻനിര നേതാക്കന്മാരെല്ലാം വാളും പരിചയവുമായി ഈ ശ്രീമതി വീണ വിജയനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതോടുകൂടി സംഗതി ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈ അന്വേഷണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ അന്വേഷണം കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇത് ശ്രീ പിണറായി വിജയനെയും CPMനെയും വളരെ ശക്തമായി ബാധിക്കും, ദോഷകരമായി ബാധിക്കും, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഏറ്റെടുത്തത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് യുക്തിസഹമായ ഒരു മറുപടി നൽകാൻ ഇന്നും പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ഇതുപോലെ മയക്കുമരുന്ന് കേസുകളിലുമൊക്കെ പെട്ടപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാരും അദ്ദേഹത്തെ സംരക്ഷിക്കാനായി പാർട്ടിയുടെ പേരിൽ രംഗത്ത് വന്നിരുന്നില്ല എന്ന ഒരു വൈരുദ്ധ്യവും ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. അന്ന് ചെയ്യാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അതിലൂടെ പിണറായി വിജയൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു വൃഥാശ്രമമാണ് അപഹാസ്യമായ നിലയിൽ എത്തി നിൽക്കുന്നത് എന്നത് ഇപ്പോൾ പരക്കെ പ്രാധാന്യം നേടിയ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. എന്തായാലും ഇത് തീ കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായിരിക്കുകയാണ്. ഒരേടാകുളത്തിലാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രീമതി വീണ വിജയനും CMRലും ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഗൗരവമായ അന്വേഷണം നടത്തി സത്യസന്ധമായി വസ്തുതകൾ വെളിപ്പെട്ടു വന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാതെ വരും. അതിൻ്റെ ദുരന്തങ്ങളൊക്കെ അവർ അനുഭവിക്കേണ്ടിയും വരും.